ഹലോ ഹായ് ഓൾ അമ്മൂസ് ഓൾ ഇൻ വൺ എന്നതിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നൊരു ഈസി ലഞ്ച് റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടിയിട്ട് നമുക്ക് കുക്കർ എടുക്കാം. കുക്കറിലാകുമ്പോഴത്തേക്കും പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്ക് കുട്ടികളുടെ ലഞ്ച് ബോക്സൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ടൈം വേണ്ടല്ലോ, പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതായത് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. ഗീ ഉണ്ടെങ്കിൽ അങ്ങനെ ചേർത്താലും മതി. പിന്നീട് കുറച്ച് സ്പൈസസ്, അതായത് നമ്മൾ ബിരിയാണിക്കൊക്കെ ചേർക്കുന്ന എല്ലാ സ്പൈസസും അത്യാവശ്യമുള്ളതെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും, അതൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അരിഞ്ഞത്, ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സവാള, ഞാനിവിടെ 1.5 സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ട് അതിൻ്റെ ആ വെള്ളമെല്ലാം വറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് റൈസിനും എല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം കുറച്ച് യൂസ് ചെയ്യുക. എനിക്ക് കുറവാണെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം വഴണ്ട് വരുമ്പോഴത്തേക്കും കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എൻ്റെ ഈ ഒരു റൈസിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻ്റായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്ന ഒരു ഇലയാണ് കേട്ടോ. രമ്പയില, പാൻറ്റൻ ലീഫ് അങ്ങനെയൊക്കെയാണ് ഇതിന് പറയുന്നത്. അപ്പോൾ ഈ ഇലയാണ് ഞാൻ ഇതിനകത്ത് ഫ്ലേവറായിട്ട് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നല്ലൊരു മണമുണ്ട് കേട്ടോ. നമുക്ക് ഈ പുതിനയിലയുടെയും മല്ലിയിലയുടെയും കഴിയും കുറച്ചുകൂടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഇലയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. ഇപ്പോഴാണ് ഞാൻ എൻ്റെ പേര് കണ്ടുപിടിച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ളിയെല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് 1 സ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ചേർക്കേണ്ട കുഞ്ഞുങ്ങൾക്കല്ലേ, അപ്പോൾ അതുകൊണ്ട് എരിവ് കുറച്ച് ഉണ്ടാക്കിയാൽ മതി. ഇനി 1/2 സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും ഒരു 1/4 ടീസ്പൂൺ അളവിൽ നമുക്ക് മസാലപ്പൊടിയും കൂടാണ്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലകളുടെ എല്ലാം ഒന്ന് പച്ചമണം മാറി ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മൂത്ത് നല്ലൊരു കളറൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോഴത്തേക്കും ഒരുവിധം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ക്യൂബ്സാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടാറ്റോ, ക്യാരറ്റ്, പിന്നീട് കുറച്ച് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്കിതിനകത്ത് എക്സ്ട്രാ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. അതായത് നമുക്ക് കോളിഫ്ലവർ, പിന്നീട് നമുക്ക് ബ്രൊക്കോളിയോ അല്ലെങ്കിൽ പനീരോ സോയാ ചിങ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രേ ചേർക്കുന്നുള്ളൂ. ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായി ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ അരി ചേർത്ത് കൊടുക്കാം. അരി ഇപ്പോൾ ഏതായാലും പ്രശ്നമില്ല. ഇതിപ്പോൾ ഞാൻ ബിരിയാണിക്ക് യൂസ് ചെയ്യുന്ന അരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പം 2 ഗ്ലാസ് അരി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നോർമൽ വീട്ടിലുണ്ടാക്കുന്ന ചോറിൻ്റെ ആ ഒരു അരിയായാലും മതി കേട്ടോ. അപ്പം നമുക്ക് ഏതെങ്കിലും നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാം. എങ്ങനെയും കുഞ്ഞുങ്ങളുടെ വയറ്റിലേക്ക് ഈ പച്ചക്കറികളൊക്കെ എത്തിക്കാം. അതാണ് നമ്മുടെ മെയിൻ എയിം കേട്ടോ. അങ്ങനെ ഈ അരിയും പച്ചക്കറികളും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി വേകാനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അരിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല, രമ്പയില നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഇല ഇതാണ് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ്. നല്ല മണമാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് നാരങ്ങ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ, ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 2 വിസിലാണ് അടുപ്പിച്ചെടുത്തത്. എന്നിട്ട് അതിൻ്റെ ആവി ഫുള്ളായിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും നമ്മളെ റൈസ് സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ കുക്കറിൻ്റെ അടപ്പെടുക്കുമ്പോഴത്തേക്ക് എന്ത് മണമെന്നറിയാമോ? ആ ഒരു ഇലയുടെ മണം വെച്ചാൽ അടിപൊളി മണമാണ് കേട്ടോ. കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അമ്മ അതിൽ കഴിച്ചോളാനേ തോന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ അല്ലൂസിൻ്റെ ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അല്ലൂസിന് എക്സ്ട്രാ ഞാൻ കൂടെ വെക്കുന്നത് മുട്ട പൊരിച്ചതും വെച്ചിട്ടുണ്ട്. പിന്നീട് ഒരു നാരങ്ങയുടെ അച്ചാർ കൂടി ഉണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അല്ലൂസിൻ്റെ ലഞ്ച് ബോക്സ് സെറ്റായി. നെക്സ്റ്റ് പിന്നെ എൻ്റെ ടേൺ ആയതുകൊണ്ട് തന്നെ ഞാനും കഴിക്കാമെന്ന് കരുതി നല്ല ചൂടോടുകൂടി നമ്മുടെ പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടെ ഞാൻ കുറച്ച് അച്ചാർ കൂടി എടുത്തിട്ടുണ്ട്. അടിപൊളി കോംബോ ആണ് കേട്ടോ. നല്ലൊരു ടേസ്റ്റാണ്. നമ്മുടെ ഈ റൈസിനെ വെജിറ്റബിൾ പുലാവ് എന്നോ വെജിറ്റബിൾ ബിരിയാണി എന്നോ വെജിറ്റബിൾ റൈസ് എന്നോ അങ്ങനെ പല പേരിട്ട് വിളിക്കാം. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിനകത്ത് ഒരു ദിവസം നമുക്കിത് ഉൾപ്പെടുത്താം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കമൻറ്റുകളും അറിയിക്കും കേട്ടോ. ട്രൈ ചെയ്തിട്ട് ഓക്കെ ബൈ ടാറ്റ, സീ യു ലേറ്റർ എന്ന് വരാം.